ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നെയ്യാർ ഡാം, തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് നെയ്യാർ ഡാം. അതിനടുത്തുള്ള കാളിപ്പാറ എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ലോക്ക്ഡൗണിന് ശേഷമുള്ള കാളിപ്പാറയാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എത്തിക്കുന്നത്. നമ്മളീ കാണുന്നതാണ് പാറശാല ഗാന്ധി പാർക്ക് ജംഗ്ഷൻ. പാറശാലയിൽ നിന്നും കാളിപ്പാറയിലേക്ക് ഏതാണ്ട് 28 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇതാണ് പാറശാല ഗ്രാമപഞ്ചായത്ത്. ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണ് നമ്മളീ കാണുന്നത്. ഈ പോകുന്ന റൂട്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വശം തമിഴ്നാടും ഒരു വശം കേരളവുമാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. ഇതിലെ വലതുവശത്ത് തമിഴ്നാടും ഇടതുവശത്ത് കേരളവുമാണ്. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ തന്നെ പോകാൻ നമുക്ക് സാധിക്കും. കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി ഏതാണ്ട് 20-22 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാളിപ്പാറയിലേക്ക് എത്തുന്നതാണ്. നമ്മൾ വെള്ളറട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും വെറും 14 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാളിപ്പാറ എത്തി. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു വാട്ടർഫാൾസ് കണ്ടു. നല്ല രസം തോന്നി ഞങ്ങൾ നിർത്തി. ഇത് വാഴിച്ചൽ വാട്ടർഫാൾസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ക്യാമറയ്ക്കുള്ളിലാക്കാതിരിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ്. വെള്ളച്ചാട്ടം കണ്ടു നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ചു നിന്ന് സമയം പോയതറിഞ്ഞില്ല. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ഇവിടെ ക്ഷേത്ര ട്രസ്റ്റുകാർ ഇവിടുത്തെ കാഴ്ച നിരോധിച്ചിരിക്കുന്നതാണ്. COVID-19 കാരണമുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം കാളിപ്പാറയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ദയവായി സഹകരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം കാണിക്കുന്നില്ല. ബാക്കി പ്രദേശങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമുക്ക് മുകളിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ അവിടെ നിന്ന് നമുക്ക് കാണാം. ഓക്കെ. നമ്മളിപ്പോൾ പകുതി ദൂരം എത്തിയിട്ടുള്ളൂ. നമ്മളിപ്പം തന്നെ നല്ല രീതിയിലുള്ള ഭംഗിയുള്ള പ്രദേശമാണ് ചുറ്റും കാണുന്നത്. നല്ല പച്ചപ്പും നല്ല രീതിയിലുള്ള പ്രദേശം, മലയൊക്കെ ദൂരമല പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ്. ബാക്കിലോട്ട് നടന്നു വന്ന് കയറിയതാണ്. ഇപ്പോൾ പടിയൊക്കെ ഇപ്പോൾ വെച്ചതായിരിക്കണം. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിൽ വേറെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നിക്കോണിൻ്റെ P900 എന്ന ഒരു ക്യാമറയാണ്. നമ്മളിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഈ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് പലരും അറിയാതിരിക്കാം. ഇപ്പോൾ ടെലസ്കോപ്പിക് ലെൻസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള സൂം എഫക്റ്റ് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ്. നമുക്ക് ദൂരെയുള്ള ആ പ്രദേശത്തെ ആ ഡാമാണ് ആ കാണുന്നത്.
നമ്മളിപ്പോൾ കാളിപ്പാറയിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇടിമിന്നലേറ്റ് തകർന്നു പോയ ഒരു ക്ഷേത്രം ഇവിടെ അടുത്തുണ്ട്. അതിപ്പോഴും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണം ക്ഷേത്ര കമ്മിറ്റിക്കാർ അത് കടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഷൂട്ട് ചെയ്യുന്നില്ല. ഇത് മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും വരുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ സമയം. കാരണം ഉദയസൂര്യൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല രസമുള്ള വ്യൂ ആണ് കാണുന്നത്. ഇവിടെ ഡാം അടുത്തുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നു ഡാം. പിന്നെ അതിൽ ഒരുപാട് തരത്തിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അസ്തമയ സൂര്യൻ്റെ ഭംഗി ആസ്വദിക്കാനും ഇവിടെ ആൾക്കാർ ധാരാളം എത്താറുണ്ട്. ഇങ്ങനെ ഭംഗി കാണുമ്പോൾ നമുക്ക് ഒന്ന് ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാൻ തോന്നും. നല്ല കാറ്റുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് തേടിയുള്ള യാത്രയാണ്. അതെ, പറഞ്ഞ പോലെ തന്നെ നല്ല രസകരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടി. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡാമിനെ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഈ കാണുന്നതാണ് ഡാമിലോട്ട് പോകാനുള്ള എൻട്രൻസ് പോയിന്റ്. ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൂം ചെയ്ത് നോക്കുകയാണ്. ഓരോ വാഹനങ്ങളായിട്ട് അതിലൂടെ ആ പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു അതിഥിയാണ്. അത് ആ പാറക്കിടയിൽ നിന്ന് വന്നതാണ്. അത് നമ്മളെ കണ്ടങ്ങ് ഓടിപ്പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാനൊക്കെ സാധിച്ചു. നിങ്ങളിൽ ഓരോരുത്തർക്കും ഇവിടെ വന്ന് നോക്കാവുന്നതാണ്. നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തീർച്ചയായും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.